നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ റഫീഖ് ചക്രപ്പാൾ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പച്ചക്കറികളുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ഞാനിടുന്ന വീഡിയോ ഒരു പച്ചക്കറി കൃഷി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. പെരിഞ്ഞനം കുറ്റിലക്കടവ് CPIM ബ്രാഞ്ചിലെ സഖാക്കളെല്ലാം കൂടിയിട്ട് 5 വർഷത്തോളമായി ഒരു പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് ഒരു 4ഓളം വിളവെടുപ്പൊക്കെ അവിടെ കഴിഞ്ഞതാണ്. 5ാമത്തെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. 85 സെൻറ്റ് സ്ഥലത്ത് 14ൽ പരം പച്ചക്കറികളാണ് അവരവിടെ നട്ടിട്ടുള്ളത്. നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ ഇടുക. എല്ലാവർക്കും എന്നും നന്മകളുണ്ടാവട്ടെ.
ഈ കാണുന്നത് കുറ്റിലക്കടവ് CPIM കുറ്റിലക്കടവ് ബ്രാഞ്ച് നടത്തുന്ന പച്ചക്കറിയാണ്. ഏകദേശം ഏപ്രിൽ 10 വിളവെടുക്കുന്ന രൂപത്തിൽ ഞങ്ങൾ ഈ പച്ചക്കറി ചെയ്തത്. ഉദ്ദേശം ഒരു 14 ഐറ്റംസോളം ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് പച്ചക്കറി. വെണ്ട, പച്ചമുളക്, പടവലം, പാവല്, പച്ചമുളകിൻ്റെ തന്നെ 2-3 തരം, അതായത് ഉണ്ടമുളകുണ്ട്, ബുള്ളറ്റ് മുളകുണ്ട്, വയലറ്റ് മുളകുണ്ട്, പിന്നെ വെള്ളരി, വഴുതന, കുമ്പളം, മത്തൻ, പിന്നെ തക്കാളി തന്നെ നല്ല രീതിയിൽ ഇവിടെ വളരെയധികം വലുപ്പം വെച്ച് നമ്മൾ എല്ലാവർക്കും ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു വിൽപ്പന അല്ല, ഇവിടുത്തെ നാട്ടിലുള്ളവർക്ക് അത്യാവശ്യം നമ്മളെ ഈ പ്രദേശത്തുള്ളവർക്ക് ഈ പച്ചക്കറി നൽകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഈ വിഷുവിന് ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, വിഷുവിന് വിഷരഹിത പച്ചക്കറി എല്ലാവർക്കും കൊടുക്കുന്ന രൂപത്തിൽ ഞങ്ങളത് ഉണ്ടാക്കുകയും അത് ഞങ്ങൾ വിപണന കേന്ദ്രം തന്നെ ഉണ്ടായിരുന്നു പെരിഞ്ഞനത്ത്. വിഷുവിന് വിഷരഹിത പച്ചക്കറി കൊടുക്കുന്ന രൂപത്തിൽ വെണ്ട തന്നെ ഇഷ്ടംപോലെ വെണ്ട, ഇഷ്ടംപോലെ പച്ചമുളക്, ഇഷ്ടംപോലെ തക്കാളി, ഇഷ്ടംപോലെ വെള്ളരി, കണിവെള്ളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ കണിവെള്ളരി നമ്മൾ ഒരു ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണത് നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്തത്. മറ്റുള്ള രാസവളവും മറ്റേതൊന്നും ഇല്ലാതെ തന്നെ ഇത്രയും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അതിയായ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇതൊരു തരിശ് ഭൂമിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 85 സെൻറ്റ് സ്ഥലമുണ്ട്. 85 സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ ട്രാക്ടർ കൊണ്ടുവന്ന് ഉഴുത് ഇത് വളരെ വൃത്തിയാക്കി വാരം കോരി അങ്ങനെ വെച്ച് ഇപ്പം ഒരുപാട് പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരന്തരം ഇതിൻ്റെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ട് ഇവിടെ. നമ്മൾ പാർട്ടി വിങ്ങായ ഒരുപാട് മുരുകനെ പോലത്തെ, കണ്ണനെ പോലത്തെ, മറ്റേ സുരേഷിനെ പോലത്തെ, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾ, പാർട്ടി അനുഭാവികളും പാർട്ടി ബന്ധുക്കളും വനിതകളടക്കം ഒരുവിധം ഈ കൃഷിക്ക് വേണ്ടി ഏതു സമയവും സദാസമയവും അവരുടെ മറ്റു പണികൾ കഴിഞ്ഞ് ഇതിനു വേണ്ടി തന്നെ ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ട് പോകലാണ് ചെയ്തത്. അതിൻ്റെ ഫലമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായും ഞങ്ങളിത് തുടർന്ന് പോകാനുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് ഉള്ളത്. കാരണം നിരന്തരം ഈ വിഷം രഹിത പച്ചക്കറി എല്ലാവർക്കും കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഇനി ഒരുക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളിൽ നിന്ന് പച്ചക്കറി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും. കൂടാതെ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ കപ്പലണ്ടി കൃഷി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എള്ള് കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിളവെടുക്കാനുള്ള സമയങ്ങൾ ഇനി വരുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ഒരുവിധം കാര്യങ്ങൾ ഞങ്ങൾ ഇനി ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കൂട്ടായ്മ ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ആ കൂട്ടായ്മ ഉള്ളിടത്തോളം ഞങ്ങളിത് എന്നും ഇത് നിലനിർത്തിക്കൊണ്ട് പോകും. എന്തായാലും ഈ ബ്രാഞ്ച് പ്രദേശത്ത് ഈ വളരെ അധികം നന്നായി ഈ കൃഷി ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അതിയായ എന്താ പറയുക, ഞങ്ങൾക്ക് ആ സന്തോഷം എടുത്ത് പറയത്തക്ക ഒരു അഭിമാനം ഞങ്ങൾക്കുള്ളതാണ്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സണാണ്. പേര് സരിതാക്കണ്ണൻ. ഞാൻ കുറ്റിലക്കടവ് ബ്രാഞ്ചിലെ ഒരു പാർട്ടി മെമ്പർ കൂടിയാണ്. നമുക്ക് വളരെയേറെ സന്തോഷം തരുന്നൊരു നിമിഷമാണ് ഈ കടന്നു പോകുന്നത്. കാരണം നമുക്ക് അറിയാം, ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ജനത ഒരുപാട് വലയുകയാണ്. കാരണം നമുക്കറിയാം, അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പച്ചക്കറികളും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും എന്തുമാത്രം വിഷം ചേർത്താണ് വരുന്നത്. ഇത് തികച്ചും ജൈവ കൃഷി രീതിയാണെന്ന് ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ പാർട്ടി സഖാക്കൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.
ഞാൻ ഡോക്ടർ ഹർഷകുമാർ, പെരിഞ്ഞനം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. CPIM സംസ്ഥാന തലത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ഭാഗമായിട്ട് പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ കുറ്റ്ലക്കടവ് ബ്രാഞ്ചിൻ്റെ പ്രഥമ സംരംഭമാണിത്. ഈ വർഷം ഇക്കഴിഞ്ഞ വിഷുവിന് വിഷരഹിത പച്ചക്കറികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃഷി ഇവിടെ ആരംഭിച്ചത്. ഒരു കൂട്ടം കുറ്റ്ലക്കടവിലെ ജനങ്ങൾ ഇത് അവരുടെ നെഞ്ചിലേറ്റുകയും കൃഷി സ്ഥലത്തെ എല്ലാ ദിവസത്തെയും കൃഷി പരിപാലനത്തിൽ വ്യാപൃതരാകുകയാണ് ഉണ്ടായത്. ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണിത്. നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് ലോക നിലവാരത്തിൽ തന്നെ എല്ലാ കാര്യത്തിലും മുന്നിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളം മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ജീവിതശൈലി രോഗങ്ങളുടെയും ക്യാൻസർ, ഡയബറ്റീസ് മുതലായ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ആസ്ഥാനം കൂടിയാണെന്നുള്ളത് അവർക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് പ്രധാന കാരണം ഭക്ഷണ രീതിയും ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന നിത്യോപയോഗ പച്ചക്കറികളുടെയും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും അടങ്ങിയിട്ടുള്ള വിഷാംശമാണെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത്തരം വിഷാംശങ്ങളില്ലാത്ത വിഷരഹിതമായ പച്ചക്കറി ഉപയോഗത്തിലൂടെ നമ്മുടെ ജനതയ്ക്ക് ആരോഗ്യം വീണ്ടെടുക്കാനും നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കാൻ കൂടി കഴിഞ്ഞ ഒരു സംരംഭമാണ് സംയോജിത പച്ചക്കറി വിളവെടുപ്പും അതുപോലെ കൃഷി രീതിയും. ഇത് എല്ലാവരും ഉൾക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു. 3-4 കൊല്ലമായി ഞങ്ങൾ ഈ ജൈവ പച്ചക്കറി കൃഷി തുടങ്ങുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് പച്ചക്കറികൾ പൊട്ടിച്ചാ എത്ര അന്തോളം ഉണ്ടാവും? 5ാമത്തെ. എന്തൊക്കെ പച്ചക്കറി ഉണ്ടെന്ന് പറയോ? മുളക്, വെണ്ട, വഴുതിന, തക്കാളി, മത്ത, കുമ്പളം, ചൊരക്ക, കുക്കുംബർ എന്നുണ്ട കുറേ സാധനങ്ങളുണ്ട്. ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണല്ലേ? ഏറ്റവും പ്രായം കൂടിയാണ്. ഇവരൊക്കെ അമ്മയാണ്. ഇവരുടെയൊക്കെ അമ്മയാണ്. കുറേ സാധനങ്ങളുണ്ട് മോനെ. അതന്നെ. ശരിട്ടാ. നമ്മള് കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ എല്ലാ വർഷവും ഇതേമാതിരി കൃഷി തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വിളവെടുപ്പ് ഉണ്ടാവാറുണ്ട്. എല്ലാത്തിനും നല്ല സഹകരണമുണ്ട്. പിന്നെ ആശാ വർക്കറാണ്. പിന്നെ കുറ്റ്ലക്കടവ് യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്, മഹിളാ അസോസിയേഷൻ്റെ. പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയും കൂടിയാണ്. പിന്നെ പച്ചക്കറിയിൽ സജീവമായിട്ടുള്ള പങ്കാളിത്തമൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എല്ലായ്പ്പോഴും വരാൻ പറ്റില്ലെങ്കിലും എല്ലാവരോടും.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പരമാവധി ഈ വീഡിയോ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. എന്നും നന്മകളുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.